555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. വയനാട് ദുരന്തമുണ്ടായതിൻ്റെ ഭാഗമായി നിരവധികളായിട്ടുള്ള ദുരന്തബാധിതരുടെ സഹായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നേതൃത്വം നൽകുകയാണ്. അതിൽ ദീർഘകാലമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നൊരു പ്രശ്നമാണ് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങളെ സംബന്ധിച്ച വിവിധ ബാങ്കുകളിലെ കടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം. കേരളത്തിൽ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരന്തബാധിതരുടെ മേഖലയിൽ ആദ്യം സന്ദർശിച്ചപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ദുരന്തബാധിതരായ ആളുകളുടെ കടങ്ങൾ സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടാക്കണം എന്നായിരുന്നു. അതനുസരിച്ച് ജൂലൈ മാസത്തിൽ തന്നെ വിശദമായിട്ടുള്ള കണക്ക് തയ്യാറാക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം. എന്ന് മാത്രമല്ല, ആദ്യ മെമ്മോറണ്ടത്തിൽ തന്നെ 2005 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും റിമൈൻഡർ എന്ന നിലയിലുള്ള കത്ത് കൊടുക്കുകയുണ്ടായി. സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ ആവശ്യം ബാങ്കിൻ്റെ ഉന്നതാധികാരികളുമായിട്ട് ചർച്ച ചെയ്തു. ആ ഘട്ടത്തിൽ അവരെല്ലാം പറഞ്ഞത് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി നിശ്ചയിക്കപ്പെട്ടാൽ സാധാരണ നിലയിൽ ദുരന്ത നിവാരണത്തിൻ്റെ ആക്ട് അനുസരിച്ച് കടങ്ങൾ എഴുതി തള്ളാനുള്ള അവകാശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത് എന്നാണ്. തുടർന്ന് ഹൈക്കോടതി സുമോട്ടോ എടുത്ത കേസിൽ തന്നെ കടങ്ങൾ എഴുതി തള്ളുന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചയുണ്ടാവുകയും ഓരോ ആഴ്ചയിലും ചേരുന്ന കോടതിയിൽ ഇത് സംബന്ധിച്ച് സോളിസിറ്റർ ജനറൽ തന്നെ ഹാജരായി സമയം കിട്ടിയാൽ അത് ആവശ്യമായ നടപടികൾ എടുക്കും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ തികച്ചും മനുഷ്യത്വപരമല്ലാത്ത നിലപാടുമായി കഴിഞ്ഞ 30/7/2024 കോടതിയുടെ മുമ്പാകെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഈ ആക്ടിൻ്റെ സെക്ഷൻ 13 ഇന്ത്യയിൽ എവിടെയും ഒരു ദുരന്തമുണ്ടായാൽ അത് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ദുരന്തബാധിതരുടെ കടമെഴുതി തള്ളാനുള്ള ഈ ആക്ടിലെ സെക്ഷൻ തന്നെ ഞങ്ങൾ റിപ്പീൽ ചെയ്തു എന്നുള്ള തികച്ചും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കബളിപ്പിക്കാൻ ഒരു നിയമത്തിലെ സെക്ഷൻ തന്നെ മാറ്റി തീർക്കുക എന്ന അപകടകരമായിട്ടുള്ള ഒരു നിലപാടാണ്. കോടതി തന്നെ പറഞ്ഞു ഇത് മനുഷ്യത്വപരമല്ല. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിന്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സോവറിനിറ്റി അത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ പരമാധികാരം ഉപയോഗപ്പെടുത്തി എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് കോടതി തന്നെ ചോദിക്കുകയുണ്ടായി. ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള ശുപാർശ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരാലോചന നടത്തിയതാണ്. പക്ഷേ കോടതിയിൽ ഈ കേസ് നടക്കുകയായതുകൊണ്ട് കേസിൻ്റെ അന്തിമ വിധി വരാതെയോ അതിലൊരു പ്രത്യേക ഘട്ടമാകാതെയോ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയുടെ മുമ്പാകെ വീണ്ടും ഞങ്ങൾ പരിഗണിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒരു നടപടി മനുഷ്യത്വപരമായിട്ട് അവരെടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തു നിന്നത്. എന്നാൽ ഇന്നിപ്പോൾ വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ, കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. 2-3 പ്രശ്നങ്ങൾ വന്നു. എത്ര പേരുടെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു സംശയവുമില്ലാതെ നമ്മൾ തീരുമാനിച്ചു ദുരന്തബാധിതരായി നിശ്ചയിക്കപ്പെട്ട ഫേസ് 1-ലെയും ഫേസ് 2A-യിലെയും ഫേസ് 2B-യിലെയും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 446 കുടുംബങ്ങളിലെ 980 പേർ, മറ്റൊരു ഗുണഭോക്ത പട്ടികയിലും ഉൾപ്പെടാത്ത എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളും അവരുടെ ബന്ധുക്കളുടെയും ഉൾപ്പെടുന്ന 12 കുടുംബങ്ങളുടെ 23 കടങ്ങൾ, 23 വായ്പകൾ, വാണിജ്യ സ്ഥാപനത്തിലെ വാടകക്കാരായ വ്യാപാരികളുടെ 20 പേരുടെ 61 വായ്പകൾ, വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകളായിട്ടുള്ള 14 പേരുടെ 41 വായ്പകൾ,
വാണിജ്യ കെട്ടിട ഉടമകൾ മാത്രമായവരുടെ 2 പേരുടെ 5 വായ്പകൾ, അതോടൊപ്പം ഉപജീവന ഭത്ത ലഭിക്കുന്ന, നേരത്തെ നമ്മൾ 300 രൂപയൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ആ ഉപജീവന ഭത്ത ലഭിക്കുന്ന മറ്റൊരു ഗുണഭോക്തൃ പട്ടികയിലും ഉൾപ്പെടാത്ത 61 പേരുടെ 510 കടങ്ങൾ. ഇങ്ങനെ 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകളുടെ ആകെ തുക 16,91,55,488 രൂപയാണ്. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളുടെ ബാധ്യത തുക 1,84,13,549 രൂപയാണ്. ഇങ്ങനെ 10 ലക്ഷത്തിൽ താഴെയും 10 ലക്ഷത്തിന് മുകളിലുമുള്ള എല്ലാ കടങ്ങളും എഴുതി തള്ളാനാണ് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ പണം നമ്മൾ 18,75,69,000 എന്ന് പറഞ്ഞ ഈ സംഖ്യ യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടർ മുഖാന്തരം ബാങ്കുകളിലേക്ക് അടയ്ക്കാനാണ് ആലോചിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി SLBCയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചർച്ച ചെയ്യും. കാരണം ഇപ്പോൾ ജൂലൈ മാസത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കണക്കാണിത്. അതിനുശേഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇതുവരെ മൊറട്ടോറിയമായിരുന്നു. ആ മൊറട്ടോറിയം ഉള്ള കാലത്തും ചിലപ്പോൾ ചില പലിശകൾ തുടരുന്നുണ്ടാകും. അതുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഗവൺമെൻറ് ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതി തള്ളണം എന്നതിൽ സർക്കാർ നിന്നതിൻ്റെ ഒരു കാരണം ഈ കടബാധിതരുടെ സിബിൽ സ്കോറിനെ ബാധിക്കരുത് എന്ന പ്രശ്നം കൂടിയുണ്ട്. ഈ 2 കാര്യവും സർക്കാർ SLBCയിൽ ഉന്നയിക്കും. ആ വായ്പയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചെറിയ തുകകൾ അരിയേഴ്സൊക്കെ ഇനി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പണം കൂടി കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. അവിടുത്തെ ദുരന്തബാധിതരുടെ മുഴുവൻ കടങ്ങളും സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നാണ് ഔദ്യോഗികമായിട്ട് ആലോചിച്ചിട്ടുള്ളത്.